തൃശൂർ പട്ടിക്കാട് പീച്ചി റോഡിൽ തുറന്നു പ്രവർത്തിച്ച സൂപ്പർ മാർക്കറ്റ് സമരാനുകൂലികൾ അടപ്പിച്ചു. ജീവനക്കാരനെ മർദ്ദിക്കുകയും ചെയ്തു. ദൃശ്യം പകർത്താനെത്തിയ പ്രാദേശിക ചാനൽ വാർത്താ സംഘത്തിനെ കയ്യേറ്റം ചെയ്ത് ക്യാമറയിലെ ദൃശ്യങ്ങൾ ബലം പ്രയോഗിച്ച് നശിപ്പിച്ചു. രാവിലെ 10:30യോടെയാണ് സംഭവം. പട്ടിക്കാട് പീച്ചി റോഡിൽ പ്രവർത്തിക്കുന്ന സമൃദ്ധി സൂപ്പർ മാർക്കറ്റിലാണ് സമരാനുകൂലികൾ അതിക്രമം നടത്തിയത്. തുറന്നു പ്രവർത്തിക്കുകയായിരുന്ന സ്ഥാപനം സമരക്കാർ ബലമായി അടപ്പിക്കുകയും സ്ഥാപനത്തിലെ ജീവനക്കാരനായ അജിത്തിനെ മർദ്ദിക്കുകയും സാധനങ്ങൾ തള്ളിമറിച്ചിടുകയും ചെയ്തു. ഈ സമയം അതുവഴി വന്ന പ്രാദേശിക ചാനൽ വാർത്താ സംഘം അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ സമരക്കാർ ദൃശ്യങ്ങൾ പകർത്തുന്നത് തടയുകയും ബലം പ്രയോഗിച്ച് ക്യാമറയിലെ ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. പ്രാദേശിക ചാനലിലെ ജോസഫ്, മോൻസ് എന്നിവർക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. സമരക്കാരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ സ്ഥാപന ജീവനക്കാരൻ അജിത് കടയുടമയുടെ നേതൃത്വത്തിൽ പീച്ചി പോലീസിൽ പരാതി നൽകി. നമ്മളിന്നോടെ കട തുറന്ന സമയത്ത് അവിടെ കുറച്ച് ആളുകൾ വന്നിട്ട് ഒരുപാട് പ്രശ്നം പറ്റി. അപ്പോൾ അകത്ത് കയറിയപ്പോൾ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് അടയ്ക്കാന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. നമ്മൾ കയ്യെ പിടിച്ച് വലിച്ചു. അപ്പോൾ എൻ്റെ കൈ ചെയ്തിട്ട് ഒടിഞ്ഞുള്ളതുകൊണ്ട് പ്രശ്നമുണ്ടായി. പിന്നെ ഒരാൾ വന്നിട്ട് പുറത്തുനിന്ന് വലിച്ച് തള്ളി താഴ്ത്തും. അങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായി. പിന്നെ കാട്ടിലത്ത് ഇവിടെ വെച്ചുള്ള ഐറ്റംസൊക്കെ ഒരാൾ പൊട്ടി പിടിച്ച് നിന്ന് ഒരാൾ ചവിട്ടി താഴത്തേക്കിട്ടു. പിന്നെ ഒരാൾ പിന്നെ കണ്ടോളാം പെട്ടെന്ന് കൊല്ലുമെന്ന് പറഞ്ഞു. കാട്ടുകാരും ഇതിലേക്ക് ഇവർ വന്ന് കയറിയിട്ട് ഒരാൾ സാധനങ്ങളൊക്കെ വലിച്ചിട്ട് പോയി എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചു. അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ന് ഈ പൊതുപണികളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ CPM-ൻ്റെയും DYFIയുടെയും CPM-ൻ്റെയും കുറേ ഗുണ്ടകൾ നമ്മുടെ സമൃദ്ധി സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനത്തിൽ കയറി ഞങ്ങളുടെ സ്റ്റാഫിനെ മർദ്ദിക്കുകയും നമുക്ക് കടയ്ക്കടെ സാധനങ്ങളൊക്കെ ചവിട്ടി മുറിച്ചിടുക, അതുപോലുള്ള കുറേ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. ഇവിടെ ഈ പണിമുടക്കുമായിട്ട് സഹകരിക്കാത്ത ആളുകളെ മുഴുവൻ ഞങ്ങൾ ബലമായിട്ട് സഹകരിപ്പിക്കും എന്നുള്ള ജനങ്ങളുടെ ജീവനെ ഒക്കെ ആപത്തുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടുത്തെ CPM-ൻ്റെ ഗുണ്ടകൾ കാണിച്ചിട്ടുള്ളതെന്ന്. കാരണം ഇവർക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ CPM-ൻ്റെ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടവും വിളയാട്ടവും നടക്കുന്നത്. ഇതിനെതിരെ ഇതൊരു സംഘ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ അക്രമം ഉണ്ടാക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായത്. ഇതിനെതിരെ ശക്തമായി സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് അത്രയധികം ഇവിടെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ നഷ്ടത്തിനെല്ലാം ഉത്തരവാദി ഈ പറയുന്ന ഇവിടുത്തെ CPM-ൻ്റെ അക്രമികളാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ അക്രമം കണ്ട് ഇതിലെ പോകുന്ന മാധ്യമപ്രവർത്തകർ അവർ കേരള വിഷൻ ചാനലിൻ്റെ ഈ മാധ്യമപ്രവർത്തകർ ഇവിടെ നിർത്തുകയും അവരുടെ വണ്ടി നിർത്തി അവരിത് ഷൂട്ട് ചെയ്തുകൊണ്ട് കയറി വരുന്ന സമയത്ത് അവരെയും ആക്രമിച്ച് അവരുടെ കയ്യിൽ നിന്ന് ബലമായി അവരുടെ ക്യാമറ മേടിച്ച് അതിലത്തെ വിഷ്വലെല്ലാം നശിപ്പിച്ച് കളഞ്ഞ് അവരെ ആക്രമിക്കാനും ശ്രമിച്ചിട്ടുണ്ട് ഈ CPM-ൻ്റെ ഈ ഗുണ്ടകൾ.